ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ UK കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1-2 ഫ്രണ്ട്സ് കുറച്ച് നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പൂക്കളിടാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തരംതിരിച്ച് വെച്ച് ഏതൊക്കെയാണ് കളറ് എന്നുള്ളതൊക്കെ നോക്കി സെറ്റാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇവിടെ അവരങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. പൂക്കളിടുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സും എത്തി. അപ്പോൾ മെയിനായിട്ട് 5 ഫ്രണ്ട്സിൻ്റെ ഫാമിലിയാണ് നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് ഒത്തുകൂടി ഉണ്ടായിരുന്നത്. എല്ലാവരും എങ്ങനെയാ ഹാപ്പി ഓണം. വായ വന്നിരിക്കേ വാ. വന്നപ്പോഴേക്കും ഓടി കേറി നിന്ന് കൂട്ടത്തല്ലായോടെ ഇച്ചു അതിന്റെ മുകളിലേക്ക് എടുക്കണോ? ഇച്ചു വേണം ആത്മാർത്ഥമായിട്ട് ഇടുന്നുള്ളൂ. അതെ, അവന്റെ മുണ്ടൊക്കെ ഇവിടെ ആത്മാർത്ഥത കൂടി കൂടി മുണ്ടൊക്കെ പോയാ നമുക്ക് ഈ പച്ചയില് കുറച്ച് ചുറ്റും വയ്ക്കാം. പറിച്ചോ. ഇതൊന്ന് നുള്ളി ഇത് കഴിയത് അങ്ങനെ മറ്റേ അന്താരാഷ്ട്ര ഡിസ്കഷൻ അവിടെ. അതെ, ഇതൊക്കെ വ്ളോഗിൽ അതെ പെടും. അതെ. അങ്ങനെ പൂക്കളൊക്കെ ഒരുവിധം സെറ്റായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവർക്കും ഓരോ ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ അതിനുള്ള ഒരുക്കപ്പാടാണ് അടുത്തത് നടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഓരോ ഫാമിലീനെ പരിചയപ്പെടുത്താം. ഇത് മെൽവിൻ ചേട്ടൻ ആൻഡ് നമ്മുടെ റോസമ്മ. അടുത്തതായിട്ട് നമ്മുടെ ജെറിൻ ചേട്ടൻ, ജൂബി, ഇസുക്കുട്ടൻ. അപ്പം മെൽവിൻ ചേട്ടനാണ് കേട്ടോ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ പൂക്കളൊക്കെ ഓരോ കാറ്റ് വരുമ്പോഴും പറന്നു പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നിന്നത് ജോസ്മോൻ ചേട്ടൻ, നീതു ആൻഡ് ചാക്കോച്ചൻ. അടുത്തതായിട്ട് നിന്നത് ഗിരീഷ് ചേട്ടൻ, രാധു, പിന്നെ നമ്മുടെ നോനുക്കുട്ടിയും. രാധു മാത്രമായിരുന്നു കേട്ടോ അന്ന് സാരി എടുത്തിട്ട് മലയാളി മങ്കയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയായിരുന്നു സാരി എടുക്കാനായിട്ട്. പിന്നെ നിന്നത് ഞങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ, ചേട്ടൻ, പിന്നെ നമ്മുടെ ഇച്ചൂട്ടൻ ആൻഡ് ഇന്നൂട്ടൻ. പൂക്കളൊക്കെ ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിപാടി. സോറി 5:30 പേസക്കർ പോലും ഇല്ല. നേരെ പൂക്കളം പൂപ്പറിക്കാൻ പോവായിരുന്നു. പല്ലാച്ചായിരുന്ന പൂപ്പറിക്കാൻ പോകുമ്പോ രാവിലെ ഒറ്റ പറിക്കില്ല. അതാണ് ഒരു ആത്മാർത്ഥത. രാവിലെ 7:15 ഫോട്ടോ ഇട്ടേ. അതെ, അലാം വെച്ച് എണീറ്റ് ഫോട്ടോ ഇട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഒരു സെൽഫി ഒക്കെ എടുത്തു. പിന്നെ നമ്മളിനി സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഇല വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മെൽവിൻ ചേട്ടനും ഇച്ചും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറൊന്നും അറിയില്ല. എന്നാലും അറിയാവുന്ന ഒരു ഓർഡർ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഐറ്റംസ് ഒക്കെ ഇട്ട് തുടങ്ങി ഇലയിൽ. കഴിഞ്ഞ 2 വർഷവും നമ്മൾ സദ്യ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ തന്നെയാണ് സദ്യ ഉണ്ടാക്കിയത്. അതായത് എല്ലാവരും ഓരോ വീട്ടിൽ, ഇപ്പം നമ്മൾ 5 ഫാമിലിയാണ് കൂടിയത്. അപ്പോൾ എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് 2-3 കറികൾ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പം തന്നെ നമുക്ക് അത്യാവശ്യത്തിലധികം കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. പഴം ശരിയാണല്ലോ.
അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു. അപ്പോൾ ആദ്യം ആണുങ്ങളും കുട്ടികളാണ് കേട്ടോ ഇരുന്നത്, ആദ്യത്തെ പന്തിയിൽ ഇരുന്നത്. അവർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഒരു ഹാപ്പി ഓണം പറയിപ്പിക്കാനുള്ള പാടാണ് ഈ കാണുന്നത്. ഞാൻ സ്റ്റാർട്ട് പറയാ നല്ലത്. റെഡി 1 2 റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങൾ സദ്യ കഴിക്കാനിരുന്നു. അപ്പോൾ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ സദ്യ കഴിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ആർക്കാവും കിട്ടും? ലക്കി ഡ്രോ ആർക്കാവും? കൊച്ചിനെ അതുവരെ ഓർമ്മയില്ല. എല്ലാവരുടെയും സജഷൻ ചോദിക്കാട്ടോ. മെൽവിൻ ചേട്ടൻ ഫസ്റ്റ്. ലക്കി ഡ്രോ ആർക്കാ കിട്ടാം? ഓക്കെ, അടുത്തത്. ഇത് വേറെ ഞാൻ പറയുന്നില്ല. അതെ, ഒരു ഫാമിലിക്ക് പറയേ. ആർക്കാ? പറഞ്ഞോ? മെൽവിൻ ചേട്ടന് ഭൂരിപക്ഷം. വിജയാർക്കാ? ആർക്ക്? അടുത്താള് അതെ. ഗിരീഷേട്ടൻ പറയും കിട്ടാർക്കാ നോക്കാം. നീ മെർലിൻ പറയും. ഇത് എഴുതുന്നോണ്ട് എനിക്ക് അയ്യാ, എന്നാ പിന്നെ ഞാൻ എഴുതാം. സെറ്റല്ലേ? ഞാൻ ഇനി നോക്കണ എല്ലാത്തിലും മെർലിന്ന് എഴുതിയിട്ടുണ്ടാവും. ആരെടുക്കുന്ന? I hope it's not mine. Not mine, please. ഈശോ. ആർക്കാ ആർക്കാ പറയേ. If you say Isho, then it has to be yours. ആർക്കാന്ന്? ആർക്കാ എടുത്തു? ആർക്കാ? മെൽവിൻ. ആ പറഞ്ഞു. പറയട്ടെ? So us. പറയട്ടെ? ജൂബി. ഗിഫ്റ്റ് കൊടുക്കുന്നവരാ? ഇച്ചിനാണ് ഗിഫ്റ്റ് കൊടുക്കണേ. ആ ഫോട്ടോ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇത്തവണത്തെ ലക്കി ഡ്രോയില് ജൂബിക്കാണ് പ്രൈസ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഓരോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റേ ബബിളായിരുന്നു കേട്ടോ, ക്യാമറ മോഡൽ ബബിളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാ പിള്ളേരെയും മിച്ചമാണ് നോക്കി പിടിച്ച് കൊടുത്തുകൊണ്ടിരുന്നിരുന്നു. കാരണം എല്ലാവരും ഒരു 1-2 വയസ്സ്, അതായത് 1-2.5 വയസ്സ് ഏജിലുള്ളവരാണ് എല്ലാ കുട്ടികളും ഇച്ചൊഴിച്ച്. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് അവരവരുടെ കളികളിലാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ സ്ഥലത്ത് പോയിട്ട് ഗിഫ്റ്റുകൾ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അയച്ചു. അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിട്ടോ കളിക്കാനായിട്ട്, ഗെയിംസൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞു കുട്ടികളെ ചുമ്മാ ഒന്ന് ഓടിപ്പിച്ച് എന്തെങ്കിലും ഒരു മെഡലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തുന്നത്. അതിന് ആരെങ്കിലും ഒന്ന് നിന്ന് കിട്ടിയിട്ട് വേണ്ടേ, ഓരോരുത്തരെ പിടിച്ച് നിന്നിട്ട് പേരൻസ് ഓടേണ്ട വന്നു പിന്നാലെ. അതാണ് ഉണ്ടായത്. കുട്ടികൾക്ക് മെഡല് 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 ഇച്ചോ തല കുമ്പിട്ട് നിക്ക്. ഞങ്ങക്ക് വേണ്ടാന്ന് ദേ മോള് കണ്ടല്ലോ. ഇന്ന് ചെന്നിക്കട്ടെ. ഞങ്ങള് താഴ്ത്തിക്ക് ഇറക്കണില്ല. അങ്കിൾ ഷെയ്ക്കൻ്റെ കൊടുത്തില്ല. അത് ഞങ്ങള് മെഡലുമേ കോൺസെൻട്രേഷൻ മുഴുവൻ. അടുത്തതാരാ? മെഡല് കൊടുക്കാൻ പിന്നാലെ ഓടുന്നു.
ഷെയ്ക്കൻ്റെ ഞാൻ ആ കുട്ടീനെ മട്ടിട്ട് ഓടിച്ചിട്ട് മെഡൽ കൊടുക്കാൻ. മെഡൽ എവിടെ ബൽവൻ ചേട്ടോ? മെഡൽ കൊടുക്ക്. ഇനി ആർക്കൂല. 2, 3 സ്റ്റാർട്ട്. മെർലിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. അതെ, വീട്ടില് ഫുൾ ടൈം പ്രാക്ടീസ് ആണ്. റെഡി 1, 2, 3 സ്റ്റാർട്ട്. ഇത് കൊടുക്കാൻ പറ്റില്ല. 3 സ്റ്റാർട്ട്. ജെറിഞ്ചേട്ടൻ വിട്ടുകൊടുത്തു. അയ്യോ പാവം. കവറില് ഫസ്റ്റ് പ്രൈസ് എല്ലാം റെയിൻബോ കളർ, മറ്റേത് സ്റ്റാറിന്റെ കേട്ടോ. അപ്പൊ ഫസ്റ്റ് മെർലിൻ ഗിഫ്റ്റ് എടുത്തോ, അല്ല സമ്മാനം എടുത്തോ. സെക്കൻഡ് പ്രൈസ് ജെറിഞ്ചേട്ടൻ സ്റ്റാറിൽ ഇഷ്ടമുള്ള എടുത്തോ. സ്റ്റാറില് Okay, just do it. ഞാൻ താഴുമ്പോ അവളും കൂടെ താഴും. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കപ്പേ സ്റ്റോയിലോട്ട് കേറുമ്പോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ അടിപ്പോ അടുത്ത കൊടുക്ക, കൊഴപ്പില്ല. അടുത്തത് കരിതാക്ക് വളച്ചു പറഞ്ഞത് മെൽവിൻ ചേട്ടൻ. അയ്യോ ഓടിക്കോ. വിട്ടോ. സ്റ്റാർട്ട്. കുനിയണ്ട വരോ. അടുത്തത്. അവിടുന്ന് പിന്നെയും വന്നോ. ഇവിടെ ഉണ്ട്. ഓ കാറ്റ്. സ്റ്റാർട്ട് ചെയ്യേ, ഒരു ഭാഷയിലും കളിക്കേ.
ആ ആ യോ, ഞങ്ങള് അവസാനിപ്പിച്ചിരിക്കുന്നു ഗെയിം. സേലം മാങ്ങ മാങ്ങ 1.5 കിലോ പത്തേ ആ തേങ്ങ 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 നാടൻ തേങ്ങ 1 10 ആ മാങ്ങ മാങ്ങ സേലം മാങ്ങ മാങ്ങ 1.5 കിലോ പത്തേ തേങ്ങ 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 നാടൻ തേങ്ങ 1 10 വെള്ളരി മത്തങ്ങ കോവക്ക നാരങ്ങ തുടുത്ത പാവക്ക 110 ഈന്ത 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 പഴവും 110 ഉണക്ക മുന്തിരി 38 ചൊറിയൻ ചേമ്പിന് 56 നില്ല് 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 പഴങ്ങളെല്ലാം കിടക്കറവ് വയോ വയോ വാങ്ങാൻ വയോ പഴങ്ങളെല്ലാം തീരാൻ പോണേ നീയന്ന് ഇന്നന്ന് കൊണ്ടോക്കോ എനിക്ക് വേണ്ട വിലക്കുറവാ കയ്യിൽ വെച്ചോ മാങ്ങ മാങ്ങ സേലം മാങ്ങ മാങ്ങ 1.5 കിലോ പത്തേ തേങ്ങ 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 നാടൻ തേങ്ങ 1 10 ആ ബോളില്ലാത്ത ആളാണ് ഫസ്റ്റ്. ബോളില്ലാത്ത ആള് അപ്പൊ ഇച്ച് ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് എടുത്ത പോയിട്ട് വേച്ചില്ലേ ഓടിച്ചല്ലേ ഫസ്റ്റ്. ജെറിഞ്ചേട്ടൻ ഇന്ന് കുറെ സമ്മാനം യോ കൊച്ച്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി ഗെയിംസ് കളിച്ചത്. അപ്പോൾ അടുത്തത് കളിച്ചത് ഈ കപ്പിൻ്റെ ഗെയിമാണ്. 10 കപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ വെക്കുന്ന ആൾക്കാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗെയിമിൽ ഗിരീഷേട്ടൻ ഫസ്റ്റ്, പിന്നെ നമ്മുടെ ജോസേട്ടൻ സെക്കൻഡും ആയിരുന്നു കേട്ടോ. ഈ ഗെയിം കഴിഞ്ഞിട്ട് നമുക്ക് കസേരക്കളി കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത്. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കുറച്ചിങ്ങനെ അലമ്പാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണുങ്ങൾ കസാരക്കളിയൊക്കെ തകർത്ത് കളിച്ചതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങളാണ് പിന്നെ വേദി അരങ്ങേറിയത്. ഞങ്ങളുടെ കസാരക്കളിയായിരുന്നു പിന്നെ നടന്നത്. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പായസമൊക്കെ കുടിച്ച് വേഗം പിരിയാണ് ഉണ്ടായത്. കാരണം അന്ന് 1-2 പേർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.